ഹായ് ഫ്രണ്ട്സ്, UGC നെറ്റ് 2023 ഡിസംബർ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഇനി ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു സംശയം, എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. പലർക്കും ഇതിനെപ്പറ്റി ശരിയായ ധാരണയില്ല. ഒത്തിരി മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് എപ്പോൾ ലഭിക്കും, എന്തൊക്കെ കാര്യങ്ങൾ അതിന് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സർട്ടിഫിക്കറ്റ് എപ്പോൾ ലഭിക്കും, എത്ര സാധാരണ രീതിയിൽ എത്ര ദിവസമാണ് എടുക്കാറുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്കിവിടെ ലഭിക്കുന്നത്: JRF അവാർഡ് ലെറ്ററും അതുപോലെ തന്നെ നെറ്റ് ഇ സർട്ടിഫിക്കറ്റും. ഈ സർട്ടിഫിക്കറ്റ് നെറ്റ് ലഭിച്ചവർക്ക് മാത്രമാണ്, JRF ലഭിച്ചവർക്ക് അതിന്റെ അവാർഡ് ലെറ്ററും കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇതിവിടെ ഓൾറെഡി ജൂണിൽ ലഭിച്ചതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോഴും നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് അത്രേ ആവശ്യമായിട്ടുള്ളൂ. സാധാരണ നമ്മൾ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ റിസൾട്ട് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത്രയും പ്രൊസീജിയർ മാത്രമേ അതിനകത്ത് നമുക്ക് വരുന്നുള്ളൂ. വേറെ കാര്യമായിട്ട് ഒന്നും തന്നെയില്ല. നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനോ അതൊന്നും തന്നെ UGC നെറ്റ് എക്സാമിന്റെ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും. നിങ്ങൾ നെറ്റ് നേടിയവരാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിന്റെ സർട്ടിഫിക്കറ്റും JRFും കൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവാർഡ് ലെറ്ററും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയാനാണെങ്കിൽ, നമുക്ക് ഇതുപോലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക. നമ്മുടെ സ്റ്റേറ്റിന്റെ ID ഇവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര്, അമ്മയുടെയും അച്ഛൻ്റെയും പേരുണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുക. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. വളരെ നല്ല വ്യക്തമായിട്ടുള്ള ഫോർമാറ്റ് തന്നെ നമുക്ക് ലഭിക്കും. ചില സമയങ്ങളിൽ പാസ്വേഡ് ചോദിക്കാറുണ്ട്. പാസ്വേഡ് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ആയിട്ടാണ് പാസ്വേഡ് വരുന്നത്. അത് ആ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ തവണ പാസ്വേഡ് ചോദിച്ചിട്ടുമില്ല. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളാണുള്ളത്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, നമുക്ക് EW സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ OBC, NCL, PWD ഇത്തരം സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ യാതൊരുവിധ സർട്ടിഫിക്കറ്റും ഇതിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഇത് സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് നമ്മുടെ ഏതെങ്കിലും അക്കാഡമിക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് അറിയാനുള്ളത്, നമുക്ക് ലഭിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. കളർ ഫോമിൽ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാനും അതുപോലെ തന്നെ അത് പ്രോസസ് ചെയ്ത് നമുക്ക് ലാമിനേറ്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഇതിന് വാലിഡിറ്റി ഉണ്ടാകണമെങ്കിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം. അതായത് നമ്മളുടെ PG 50% OBC, 55% ജനറൽ നേടിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ OBC NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ, നമ്മൾ എവിടെയൊക്കെയാണോ ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ തന്നെ നമ്മൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രൂഫായിട്ട് ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ 50% മാർക്കോട് കൂടിയിട്ടുള്ള PG. പിന്നെ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള, നിങ്ങളൊരു PG സ്റ്റുഡന്റ് ആണ്, നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴൊക്കെയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 2 വർഷത്തിനുള്ളിൽ, ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും, 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ PG കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനുള്ളത്. ഇനി നമുക്കറിയാനുള്ളത് ഇതിന്റെ ഡേറ്റ് ആണ്. നമ്മുടെ റിസൾട്ട് വന്നത് 18-ാം തീയതിയാണ്. ഒരു ഫെബ്രുവരി 15-നുള്ളിൽ തന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. സാധാരണ രീതിയിൽ 2 വീക്ക്, ഒരു 1 മന്തിനുള്ളിൽ ലഭിക്കുന്നതാണ്. വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇത്തവണ NDA കാര്യങ്ങളെല്ലാം നീക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫെബ്രുവരി 15-നുള്ളിൽ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒത്തിരി മെസ്സേജുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പല രീതിയിലുള്ള തിരക്കുകൾ കാരണം ചിലപ്പോൾ മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ, ഇത് തന്നെയാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇതിന്റെ കൂടെ നമ്മൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള വാലിഡിറ്റി ഉണ്ടാകുന്നത്. നമുക്ക് നമ്മൾ എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ നമുക്ക് ഇതിന്റെ നിലനിൽപ്പിനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൂഫായിട്ട് ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമുക്ക് അറിയാനുള്ളത്. ഇനി സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.